ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ സീറ്റ് വെട്ടി CPM. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിലാണ് CPM അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത്. ഇതോടെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്തിനെയായിരുന്നു. ഇതോടെ ജയകൃഷ്ണൻ വീടുകൾ കയറി പ്രചരണവും ആരംഭിച്ചു. ഫ്ലെക്സുകളും പോസ്റ്ററുകളും അടിച്ചിറക്കി. പിന്നാലെ മുന്നണി സ്ഥാനാർത്ഥിയായി നടയം വാർഡിൽ CPM അപ്രതീക്ഷിതമായി TM മുജീബിനെ കളത്തിലിറക്കി. ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രാദേശിക നേതൃത്വവും വെട്ടിലായി. പ്രചരണം നടത്തിയ വാർഡിൽ തന്നെ മത്സരിക്കുമെന്ന് ജയകൃഷ്ണൻ പുതിയടത്ത് വ്യക്തമാക്കി. നാലാമ്പടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി LDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ പുതിയടത്താണെന്ന് പരസ്യമായി പറഞ്ഞത് CPMന്റെ സൈബർ സഹാക്കളാണ്. അത് കഴിഞ്ഞ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കഴിഞ്ഞ് 10-12 ദിവസമായി വീട് കയറുകയും ഇന്ന് നോമിനേഷന്റെ കാര്യം പറയാൻ വേണ്ടി എല്ലാ വീടും സന്ദർശിക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ആകസ്മികമായി എനിക്ക് ഈ സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഇടവെട്ടി പഞ്ചായത്തിൽ 2 വാർഡുകളിലാണ് കാലങ്ങളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ചു വന്നത്. മുന്നണി ചർച്ചകളിൽ കേരള കോൺഗ്രസ് എം 2 സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് CPM സ്ഥാനാർത്ഥി മുജീബ് പറയുന്നത്. ഞങ്ങളുടെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പം ഞങ്ങൾ 14 സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരും കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരും CPIയുടെ ഈ പഞ്ചായത്തിലെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചിരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു തർക്കവുമില്ല. CPM അന്തിമഘട്ടത്തിൽ സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് എമ്മിൽ പ്രാദേശികമായി എതിർപ്പുയർന്നിട്ടുണ്ട്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടാതെ BJPയും കോൺഗ്രസും വാർഡിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി.